പ്രണയത്തിന് കണ്ണില്ല, മൂക്കില്ല, കാതില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ പ്രണയത്തിന് വിവരവും മനുഷ്യത്വവും ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രായപൂർത്തിയായ മക്കളെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ച് 10ാം ക്ലാസ്സിൽ തന്നോടൊപ്പം പഠിച്ച സുഹൃത്തിനൊപ്പം ഒളിച്ചോടിയ വീട്ടമ്മയുടെ കഥ. 53കാരി വീട്ടമ്മയുടെ പ്രണയം തുടങ്ങുന്നത് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു. അന്തസ്സോടെയും അഭിമാനത്തോടെയും പ്രായപൂർത്തിയായ മക്കളോടൊപ്പം ജീവിച്ചിരുന്ന ആ സ്ത്രീ ഭർത്താവിനെയും മക്കളെയും അവർ നേരിടാൻ പോകുന്ന മാനക്കേടിനെയും എല്ലാം മറന്നുകൊണ്ട് ഓട്ടോക്കാരനോടൊപ്പം ഒളിച്ചോടിയിരിക്കുന്നു. പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ കണ്ടുമുട്ടിയ ബന്ധം സൗഹൃദമായി, പ്രണയമായി, ഒളിച്ചോട്ടമായി. കാസർഗോഡ് ബേടകം കുണ്ടംകുഴി സ്വദേശിനിയായ വീട്ടമ്മ മാസങ്ങൾക്ക് മുമ്പ് തലശ്ശേരിയിൽ നടത്തിയ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ വെച്ചാണ് സഹപാഠിയായ ഓട്ടോ ഡ്രൈവറെ വീണ്ടും കണ്ടുമുട്ടിയത്. തലശ്ശേരിയിലെ അമ്മ വീട്ടിൽ നിന്നാണ് അവർ പഠിച്ചിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് സഹപാഠികൾ ഒന്നിച്ചു ചേർന്നത്. ഫോൺ നമ്പറുകൾ പരസ്പരം കൈമാറി സൗഹൃദം പുതുക്കി പിരിഞ്ഞവർ പിന്നീട് പ്രണയബദ്ധരാവുകയായിരുന്നു. വീടും വീട്ടുകാരെയും ഉപേക്ഷിച്ച് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ നിശ്ചയിച്ചു. സാമ്പത്തികമായി ഉയർന്ന നിലവാരത്തിൽ കഴിയുന്ന കുടുംബത്തിൽ നിന്നും ഉറ്റവരെ മുഴുവൻ തള്ളി സ്ത്രീ കാമുകനായ ഓട്ടോ ഡ്രൈവറുടെ കൂടെ കുണ്ടംകുഴിയിൽ നിന്ന് ഇരുവരും നാടുവിടുകയായിരുന്നു. ഭർത്താവിന്റെ പരാതിയിൽ കേസെടുത്ത അന്വേഷണം ആരംഭിച്ച ബേടകം പോലീസ് കമിതാക്കളുടെ ഫോൺ ലൊക്കേഷൻ മനസ്സിലാക്കി പിന്തുടരുകയായിരുന്നു. വയനാട് പോയി അടിച്ചു പൊളിച്ച് ബസ്സിൽ മടങ്ങിയ ഇരുവരെയും ബേടകം ASI അരവിന്ദന്റെയും ASI സരളയുടെയും നേതൃത്വത്തിലുള്ള പോലീസ് സംഘം രഹസ്യമായി പിന്തുടർന്നു. തലശ്ശേരിയിൽ ഇറങ്ങിയപ്പോൾ ഇരുവരെയും കസ്റ്റഡിയിലെടുത്ത് ബേടകം സ്റ്റേഷനിൽ എത്തിച്ചു. കോടതിയിൽ ഹാജരാക്കുന്നതിന് മുൻപായി പോലീസ് ഉദ്യോഗസ്ഥർ ഇരുവരെ പിന്തിരിപ്പിക്കാൻ ആവുന്നത്ര ശ്രമിച്ചിട്ടും കോടതിയിൽ നിന്നും സ്ത്രീ കാമുകനായ സഹപാഠിയുടെ കൂടെ പോകുന്നതിനാണ് താല്പര്യം പ്രകടിപ്പിച്ചത്. ധാരാളം പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ വളരെ അന്തസ്സോടെ നമ്മുടെ ചുറ്റും നടക്കാറുണ്ട്. അതിലൊക്കെ നമ്മളും ഭാഗമാകാറുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയെടുത്ത ചരിത്രവുമുണ്ട്. സൗഹൃദം പുനഃസൃഷ്ടിക്കുകയും പഴയ നല്ല ഓർമ്മകൾ പുതുക്കുകയും ഗുരുക്കന്മാരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ല കൂട്ടായ്മകൾക്ക്, നല്ല വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് ഇത്തരം സംഭവങ്ങൾ അപവാദമാണ്. ന്യൂസ് ഡെസ്ക്, കേരളീയം ന്യൂസ്.